പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും നടക്കും. ഏതാണ്ട് 5-6 മാസം കഴിയുമ്പോൾ നിയമസഭയിലേക്കുള്ള 2 നിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ നടക്കുകയാണ്. ഇത് 2 മുന്നണികൾക്കും നിർണായകമാണ്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ കൂടുതൽ നിർണായകം LDF-നെ അപേക്ഷിച്ച് UDF-നാണ്. കാരണം എന്താ? UDF 2 ടേമായി ആദ്യമായി അധികാരത്തിന് പുറത്തു നിൽക്കുകയാണ്. കാരണം പതിറ്റാണ്ടുകളായി 2 ടേമായിട്ട് UDF പുറത്തു നിന്നിട്ടില്ല. ഒരു തവണ UDF പുറത്തു നിന്നാൽ അടുത്ത തവണ അധികാരത്തിൽ വരും, ഒരു തവണ അധികാരത്തിൽ വന്നാൽ പുറത്തു പോകും, പിന്നീട് വരും, അങ്ങനെയാണ് വന്നത്. ഇപ്പോൾ 2016 മുതൽ 2 ടേമായി UDF അധികാരത്തിന് പുറത്ത് നിൽക്കുകയാണ്. അതുകൊണ്ട് UDF-നെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ കോൺഗ്രസിന് നേതൃത്വമുള്ള UDF-നെ സംബന്ധിച്ചിടത്തോളം അധികാരത്തിൽ 2026 വരിക എന്നുള്ളത് അവരുടെ അതിജീവനത്തിൻ്റെ പ്രശ്നമാണ്, അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. ഒരു തവണയും കൂടെ അധികാരത്തിൽ വന്നില്ലെങ്കിൽ കേരളത്തിൽ പിന്നെ കോൺഗ്രസ് ഉണ്ടാവില്ല. അപ്പം നിർണായകമാണ് തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ്. അതിനു മുമ്പുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പും നിർണായകമാണ്. കാരണം ആ തെരഞ്ഞെടുപ്പിൽ വല്ലാതെ പുറകോട്ട് പോയാൽ LDF അടുത്ത തവണ അധികാരത്തിൽ വരുമെന്നുള്ള വലിയ പ്രചരണം നടത്തും. അത് UDF-ൻ്റെ പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ പ്രവർത്തകരുടെയൊക്കെ മനസാന്നിധ്യം, അവരുടെ മൊറാലിന് വലിയ തിരിച്ചടിയുണ്ടാവും. അതുകൊണ്ട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും നിർണായകമാണ്. അപ്പോൾ ഈ 2 തെരഞ്ഞെടുപ്പുകളും ജയിക്കാൻ UDF-ന് നേതൃത്വം നൽകുന്ന കോൺഗ്രസ് അടിസ്ഥാനപരമായി ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ്? ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടുക, ഒറ്റക്കെട്ടായി നേരിടുക. ഇപ്പോൾ CPM-നകത്തൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെങ്കിലും പുറമെ ഒറ്റക്കെട്ടാണ് അവർ. നേതാക്കൾ തമ്മിൽ ഒരഭിപ്രായ വ്യത്യാസവും പുറമേ ഇല്ല, അടിത്തട്ടിൽ അണികൾ തമ്മിലുണ്ട് എന്നുള്ളത് അംഗീകരിക്കും. ഇവിടെ പുറമേക്ക് ഇല്ല. അവർ ഒറ്റക്കെട്ടായിട്ടാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അവരിനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നത് ഒറ്റക്കെട്ടായിട്ടാണ്. ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ ഒരു തോറ്റമ്പിയിട്ടുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ UDF-നെ സംബന്ധിച്ചിടത്തോളം അടുത്ത 2 തെരഞ്ഞെടുപ്പുകളും, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒറ്റക്കെട്ടായി ഒറ്റ മനസ്സോടുകൂടി ആ തെരഞ്ഞെടുപ്പുകളെ നേരിട്ടില്ലെങ്കിൽ അപകടമാണ് അവസ്ഥ എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വിഭാഗീയത എന്ന് പറയുന്നത് കോൺഗ്രസ് ഉണ്ടായ കാലം മുതലുള്ളതാണ്. അതിന് പ്രത്യേകിച്ചൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ആ വിഭാഗീയത ഉള്ള സമയത്തും കോൺഗ്രസ് തെരഞ്ഞെടുപ്പുകൾ ജയിച്ചിട്ടുണ്ട്. കോൺഗ്രസ് എപ്പോഴൊക്കെ തെരഞ്ഞെടുപ്പ് ജയിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ വിഭാഗീയത ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് വിഭാഗീയത കോൺഗ്രസിനകത്ത് ഇല്ലാതാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോൺഗ്രസ് ഇല്ലാതാകുന്നത് പോലെയാണ്. അതുകൊണ്ട് അതുണ്ടാവും എന്നുള്ളത് വസ്തുത തന്നെയാണ്. പക്ഷേ ഇപ്പം നടക്കുന്ന സ്ഥിതി എന്താ സുഹൃത്തുക്കളെ? ഇപ്പോൾ കോൺഗ്രസ് നേരിടുന്ന പ്രശ്നം എന്താ? ഇപ്പോൾ കോൺഗ്രസ്സിലെ പ്രധാനപ്പെട്ട നേതാവുണ്ടായിരുന്നു ഉമ്മൻചാണ്ടി. അദ്ദേഹം കാലയവനികൾക്കുള്ളിലേക്ക് മറഞ്ഞു. പിന്നെ വേറൊരു വലിയ നേതാവ് AK ആന്റണി ഉണ്ട്. അദ്ദേഹം 10-90 വയസ്സ് കഴിഞ്ഞു. നേതാക്കന്മാരെ പോലും കണ്ടാൽ തിരിച്ചറിയാത്ത അവസ്ഥയിൽ അദ്ദേഹം അവിടെ ഇരിക്കുകയാണ്. യഥാർത്ഥത്തിൽ കേരളത്തിൽ ഒരു 3-4 വർഷമായി ഗ്രൂപ്പുകളുടെ വലിയ അതിപ്രസരമൊന്നും കേരളത്തിലില്ല. അതിന് പല കാരണങ്ങൾ പറയുന്നുണ്ട്. ഗ്രൂപ്പുകൾ ഇല്ലാതായതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തൊക്കെ ആയാലും ഗ്രൂപ്പുകളുടെ വലിയ അതിപ്രസരമൊന്നും കേരളത്തിൽ കാണാനില്ല. ഗ്രൂപ്പിൻ്റെ വലിയ അപ്രമാദിത്വം കാണുന്നില്ല. രമേശ് ചെന്നിത്തലയുടെ ഗ്രൂപ്പിൻ്റെ ഈ പറഞ്ഞ പോലെ പിടിവലികൾ ഒന്നും കാണുന്നില്ല. അതൊന്നും പുറമേക്ക് കാണുന്നില്ല. ചിലപ്പോൾ ഉള്ളിലുണ്ടാവും, പക്ഷെ പുറമേക്ക് കാണുന്നില്ല. പക്ഷേ കഴിഞ്ഞ 3-4 വർഷമായി കേരളത്തിലെ കോൺഗ്രസിലുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ എന്താ? ആ വിഷയം എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ സംഘടനാ ചുമതലയുള്ള ദേശീയ സെക്രട്ടറി ശ്രീമാൻ KC വേണുഗോപാൽ ഈ പാർട്ടി പിടിക്കാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന വൃത്തികെട്ട ഹീനമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 3-4 വർഷക്കാലമായി കേരളത്തിലെ കോൺഗ്രസിനെ ദുർബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസിലെ സമന്വയ നേതാക്കന്മാർ എന്ന് പറഞ്ഞാൽ ഒന്ന് രമേശ് ചെന്നിത്തല, മറ്റൊന്ന് ഗ്രൂപ്പിലുള്ള ബെന്നി ബെഹനാൻ ഉൾപ്പെടെയുള്ള ഈ 2 വിഭാഗങ്ങളാണ്. അതിൽ കഴിഞ്ഞ 3-4 വർഷക്കാലമായി ഈ പാർട്ടിയെ ദുർബലപ്പെടുത്തുന്ന നിലയിലുള്ള ഒരു പ്രവർത്തനവും രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഈ പാർട്ടിയെ ദുർബലപ്പെടുത്തുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു നീക്കം ബെന്നി ബെഹനാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതായിട്ട് ആർക്കും കാണാൻ കഴിഞ്ഞിട്ടില്ല.
അവർക്കൊക്കെ അസ്വസ്ഥതകളുണ്ടെങ്കിൽ അവരൊന്നും പുറത്തേക്ക് പറഞ്ഞിട്ടുള്ളതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. അവർ അച്ചടക്കത്തോടുകൂടി ഇതിനകത്ത് നിൽക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷെ കൃത്യമായി നമുക്ക് കാണാൻ കഴിഞ്ഞൊരു കാര്യം എന്താ, അത് ദേശീയ ജനറൽ സെക്രട്ടറിയുള്ള കെ സി വേണുഗോപാൽ പാർട്ടി അയാളുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടി അയാളുടെ ഗ്രൂപ്പിലുള്ള ആളുകളെ കൊണ്ടുവന്ന് ഈ പാർട്ടിയിൽ കുത്തി നിറച്ച് അയാൾക്ക് പാർട്ടിയിൽ അപ്രമാദിത്വം ഉണ്ടാക്കാൻ വേണ്ടി ഒന്നിനു പുറകെ ഒന്നായി നടത്തുന്ന ശ്രമങ്ങളല്ലേ സുഹൃത്തുക്കളെ നമുക്ക് കാണാൻ കഴിയുന്നത്. അല്ല വേറെ എന്താണ് നമുക്ക് കാണാൻ കഴിയുന്നത്? ഈ കെ സി വേണുഗോപാൽ ഈ പാർട്ടിയെ ഇല്ലാതാക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ മാത്രമല്ലേ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. ഇപ്പോൾ കോൺഗ്രസിനകത്ത് അയാൾ നടത്തിയ ശ്രമം, സണ്ണി ജോസഫ് എന്ന് പറഞ്ഞ് കാൽ പൈസയ്ക്ക് അവളുടെ അതോറിറ്റി ഇല്ലാത്ത ആരോരും അറിയാത്ത ഒരാളെ എന്തോ ക്രിസ്ത്യാനിയെ വേണം എന്ന് പറഞ്ഞു കൊണ്ടുവന്ന് KPC പ്രസിഡന്റ് ആക്കുക. ക്രിസ്ത്യാനിയെ വേണം, കാരണം അയാൾക്ക് അയാളുടെ ആളെ കൊണ്ടുവരണമെങ്കിൽ ക്രിസ്ത്യാനി വരണം എന്നാവണം. അതുകൊണ്ടാണ് അയാൾക്ക് ആളെ കൊണ്ടുവരണം. ക്രിസ്ത്യാനികൾ, ഇതിനേക്കാളും പ്രധാനപ്പെട്ട ക്രിസ്ത്യാനികൾ, പാർട്ടി അണികളുമായിട്ട് ബന്ധമുള്ള ഒന്നിലധികം ആളുകൾ കേരളത്തിലെ പാർട്ടിയിലുണ്ടായിരുന്നു. അയാൾ അവരെ ഒന്നും നോക്കിയില്ല. ക്രിസ്ത്യാനികൾക്കകത്തുള്ള ഇന്ന വിഭാഗത്തിൽ നിന്ന് ഒരാൾ വരണം എന്ന് അയാൾ അവിടെ നിന്ന് വാശി പിടിച്ചു. കാരണം എന്നാലേ അയാൾ നിൽക്കാൻ പറയുമ്പോൾ ഇരിക്കാൻ പറയുമ്പോൾ കിടക്കുകയും ചെയ്യുന്ന ആളെ കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ അയാൾ കണ്ണൂർ ജില്ലയിലുള്ള കോൺഗ്രസ്സുകാർക്ക് പോലും പൂർണ്ണമായി അറിയാൻ മേലാത്ത ഒരാളെ അവിടെ കൊണ്ടുവന്ന് KPCC പ്രസിഡന്റായി സ്ഥാപിച്ചു. പകുതി തീർന്നു. പിന്നെ 3 വൈസ് പ്രസിഡന്റുമാരെ കൊണ്ടുവന്നു. അതിൽ AP അനിൽകുമാർ, അയാൾ പിന്നോക്കക്കാരനാണ്. ഇതിനേക്കാളൊക്കെ പിന്നെ പാർട്ടി അണികളുടെ ഇടയിൽ ബന്ധമുള്ള പിന്നോക്കക്കാരനാണ്. അവരെ കൊണ്ടുവരാൻ പറ്റില്ല, കാരണം ഇയാളുടെ ഏറ്റവും അടുത്ത സഹകാരിയാണ് AP അനിൽകുമാർ. അതായത് വിഷയത്തിലാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ കോൺഗ്രസ് അണികൾക്കെല്ലാം അതറിയാം. പിന്നെ അയാൾ എന്ത് ചെയ്തു? A ഗ്രൂപ്പ് എന്ന് പറഞ്ഞ പ്രബല ഗ്രൂപ്പിനെ ദുർബലപ്പെടുത്താൻ വേണ്ടി അതിൽ നിന്ന് 2 പേരെ അയാൾ ഇങ്ങോട്ട് എടുത്തു. അതാണ് അയാൾ ചെയ്തത്. അല്ലാതെ പാർട്ടി അണികളുടെ ഇടയിൽ വലിയ ബന്ധമുള്ള ആളുകളാണ് ഇവരെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ PC വിഷ്ണുനാഥ് തെറ്റില്ലാത്തൊരു നേതാവാണ്, പക്ഷേ പാർട്ടി അണികളുടെ ഇടയിൽ അടിത്തട്ടിൻ്റെ അണികളുടെ ഇടയിൽ വലിയ ബന്ധമുള്ള ആളാണ് വിഷ്ണുനാഥ് എന്നും പറയാൻ കഴിയില്ല. പക്ഷേ വിഷ്ണുനാഥിനെ എടുത്തെന്തുകൊണ്ടാണ് A ഗ്രൂപ്പിൽ നിന്ന് ഒരാളെ ഇങ്ങോട്ട് എടുത്തു വെക്കണം. പിന്നെ ഷാഫി പറമ്പിൽ ജനകീയനാണ് എന്നൊക്കെ ഉള്ളത് ശരി തന്നെ, പക്ഷേ പാർട്ടി സംഘടനയ്ക്കകത്ത് വലിയ സ്വാധീനമൊന്നും ഇല്ലാത്ത ആളാണ്. അയാളെ എടുത്തു, കാരണം അയാളുടെ വേണുഗോപാലിൻ്റെ ആളുകളെ ഇങ്ങോട്ട് എടുക്കണം. അത് വിഭാഗീയ പ്രവർത്തനമല്ലേ? അയാൾ പാർട്ടിയിൽ മുഴുവൻ ഗ്രൂപ്പാണെന്നും പറഞ്ഞ് സ്വാധീനമുള്ള ആളുകളെല്ലാം മാറ്റി നിർത്തിയിട്ട് അയാൾ വൃത്തികെട്ട ഗ്രൂപ്പ് പണി ഇതിനകത്ത് നടത്തി. കോൺഗ്രസിനെ അങ്ങനെ അയാൾ ദുർബലപ്പെടുത്തി. മഹിളാ കോൺഗ്രസിനെ അതുപോലെ ദുർബലപ്പെടുത്തി. അയാളുടെ കൂട്ടത്തിൽ കൂടെ നിൽക്കാൻ വേണ്ടി ഒരു സ്ത്രീയെ കൊണ്ടുവന്നു, ഒരു കുശത കോടീശ്വരൻ്റെ മകളെ കൊണ്ടുവന്നു. അവരെ ഇപ്പോൾ മഹിളാ കോൺഗ്രസിനെ പ്രസിഡന്റുമാക്കി, അവരെ രാജ്യസഭാ മെമ്പറുമാക്കി. മഹിളാ കോൺഗ്രസിനെ കൊന്നു. എന്നിട്ട് കുറേ സ്ത്രീകളെ, ആരോരും കേൾക്കാത്ത കുറേ സ്ത്രീകളെ അതിൻ്റെ ഭാരവാഹികളുമാക്കി. യൂത്ത് കോൺഗ്രസിൽ ഏറ്റവും വലിയ വൃത്തികേടാണ് അയാൾ കാണിച്ചത്. യൂത്ത് കോൺഗ്രസ്സാണ് വലിയ ശക്തമായിട്ടുള്ള സമരങ്ങൾ ഗവൺമെന്റിനെതിരെ നടത്തേണ്ടത്. അതിൽ 1,70,000 വോട്ട് ജയിച്ചവനെ മാറ്റി നിർത്തിയിട്ട് 19,000 വോട്ട് ജയിച്ചൊരുത്തനെ കൊണ്ടുവന്നു. അവിടെയും അയാൾ ജാതി പറഞ്ഞു. കാരണം അയാളുടെ ക്രോണിയെ കൊണ്ടുവരണമെങ്കിൽ ജാതി പറയണം. അങ്ങനെ യൂത്ത് കോൺഗ്രസിനെ അയാൾ പൊളിച്ചു കൊടുത്തു. ഇപ്പോൾ കോൺഗ്രസിനെ അയാൾ വരിയുടച്ചു, മഹിളാ കോൺഗ്രസിനെ വരിയുടച്ചു, യൂത്ത് കോൺഗ്രസിനെ വരിയുടച്ചു. അതിലൂടെ അയാളുടെ ഗ്രൂപ്പ് പ്രവർത്തനം അയാൾ നടത്തിക്കൊണ്ടിരുന്നു. പറയുന്നത് എന്താണ്? കേരളത്തിലെ പാർട്ടിയിലെ ഗ്രൂപ്പ് ഇല്ലാതാക്കാനാണ് ശ്രമം എന്നാണ് പറയുന്നത്. പക്ഷേ കേരളത്തിൽ ഇന്ന് പാർട്ടിയിൽ ഗ്രൂപ്പൊന്നുമില്ല, അല്ലെങ്കിൽ ഗ്രൂപ്പുള്ളവർ അത്തരക്കാരായിട്ടൊന്നും അവർ കാണിക്കുന്നില്ല. കേരളത്തിൽ ഇന്നത്തെ പാർട്ടിയിലുള്ള ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേണുഗോപാലിന് വേണ്ടി പാർട്ടിയെ ഇല്ലാതാക്കാൻ വേണ്ടി നടക്കുന്ന ശ്രമങ്ങൾ. ഇപ്പോൾ ലേറ്റസ്റ്റ് കേൾക്കുന്നത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ വിഷയത്തിലും അയാളുടെ വൃത്തികെട്ട ഗ്രൂപ്പ് കളി നടക്കുന്നു എന്നാണ് പുതിയതായി കേൾക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് മണക്കാട് സുരേഷ് എന്ന് പറഞ്ഞ് ഒരു നേതാവ് ഇവിടുത്തെ എന്തോ കമ്മിറ്റിയിൽ നിന്ന് ഒക്കെ രാജിവെച്ചു. ആ രാജിവെച്ചതുമായി ബന്ധപ്പെട്ട് കേൾക്കുന്നത് അയാൾക്ക് KC വേണുഗോപാലിൻ്റെ പിന്തുണയുണ്ടെന്നാണ്. അയാൾ മത്സരിക്കുന്ന അയാളുടെ വീടിനടുത്ത് നേമത്തങ്ങാണ്ട് നേമൻ ഷജീർ എന്നും പറഞ്ഞിട്ട് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയെന്നും അത് വേണുഗോപാലിൻ്റെ ഗ്രൂപ്പുകാരനല്ലെന്നും ആ വേണുഗോപാലിൻ്റെ ഗ്രൂപ്പുകാരനല്ലാത്തതുകൊണ്ട് വേണുഗോപാലിൻ്റെ കൂടി പിന്തുണയോടുകൂടിയാണ് ഈ മണക്കാട് സുരേഷ് രാജിവെച്ചത് എന്നുമാണ് ഇപ്പോൾ കേൾക്കുന്നത്. അപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും അയാളുടെ ഗ്രൂപ്പുകാർക്ക് സ്ഥാനം വരാതിരിക്കുമ്പോൾ അയാൾ പിന്തുണ കൊടുത്തുകൊണ്ട് പിന്നെ അയാളുടെ ഗ്രൂപ്പുകാരെ രാജിവെപ്പിക്കുന്ന വൃത്തികെട്ട പണി അയാൾ ചെയ്യുകയാണ്. ആലോചിച്ച് നോക്ക്. ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ്, ഏറ്റവും നിർണായകം, ഓരോ സീറ്റും നിർണായകം ആയിട്ടുള്ള
ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും അയാൾ നീചമായിട്ടുള്ള തറ ഗ്രൂപ്പ് വിഭാഗീയത അയാൾ ഡൽഹിയിലിരുന്ന് കളിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇയാൾ മറ്റേ ജില്ലകളിലൊക്കെ ഇതുപോലെ കളിക്കുന്നുണ്ടാവും. ഇതിപ്പോൾ ഇത്ര പുറത്തു വന്നേ ഉള്ളൂ. അയാളുടെ ഗ്രൂപ്പുകാരനല്ല നേമൻ ഷജീർ, അയാൾ വേറെ ഏതോ ഗ്രൂപ്പുകാരനാണ്. അവനോട് സ്ഥാനാർത്ഥിയെ കൊടുത്തപ്പോൾ ഈ മണക്കാട് സുരേഷ് രാജിവെച്ചു. വേണു ഗ്രൂപ്പുകാരൻ. ഇപ്പോൾ ഒരു ഗ്രൂപ്പാണ് കേരളത്തിലുള്ളത്, വേണു ഗ്രൂപ്പ്, വേണുഗോപാൽ ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിന്റെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ, ഇതെല്ലാം പിടിച്ചടക്കുന്ന എന്തിനാ? ഇങ്ങോട്ട് ഫ്ലൈറ്റിൽ കയറി ഇങ്ങനെ ഇറങ്ങണം. എന്തിന്? മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആവണം, അതിന് പാർട്ടി പിടിക്കണം. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആകാം, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ കേരളത്തിൽ വന്ന് പ്രവർത്തിക്കണം. കേരളത്തിൽ എന്തെങ്കിലും പ്രവർത്തനം ഇയാൾ നടത്തിയിട്ടുണ്ടോ കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ? ഒരു പുല്ല് പ്രവർത്തനം കേരളത്തിലായിട്ട് നടത്തിയിട്ടില്ല. കാരണം എന്താ? അയാൾക്ക് കഴിയില്ല. കാരണം അയാൾ സംഘടനാ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറിയാണ് അയാൾ അവിടെ നിന്ന് ആ പണി നോക്കുകയല്ലേ അയാൾ വേണ്ടത്. ഇനി അവിടെ നിന്ന് എന്തെങ്കിലും പണി ചെയ്തിട്ടുണ്ടോ? ഈ പെട്ടി പിടിച്ച് നടക്കുകയല്ലാതെ. അവിടെ എത്രയോ തെരഞ്ഞെടുപ്പുകൾ നടന്നു, പല തെരഞ്ഞെടുപ്പുകളൊക്കെ ജയിച്ചു, പല തെരഞ്ഞെടുപ്പ്. അവിടെയൊക്കെ ഇയാൾക്ക് എന്തെങ്കിലും റോള് ആ ദേശീയ തലത്തിലുണ്ടോ? ഇയാളിപ്പോൾ 5-6 മാസക്കാലമായിട്ട് ഇവിടെ അല്ലേ, എവിടെ ചെന്നാലും അയാളെ കാണാം. കേരളത്തിൽ ഏത് കമ്മിറ്റി ഉണ്ടാക്കിയാലും അയാളുണ്ട്. പുതിയതായിട്ടുണ്ടാക്കിയിരിക്കുന്ന കോർ കമ്മിറ്റിയിലും അയാളുണ്ട്. അപ്പോൾ കേരളത്തിലെ കോൺഗ്രസിനകത്ത് ഇപ്പോൾ വലിയ തോതിലുള്ള അസ്വസ്ഥതകൾ നിലനിൽക്കുകയാണ്. ആ നിലനിൽക്കുന്നത് KC വേണുഗോപാൽ എന്ന് പറഞ്ഞ ഇയാളുടെ ഈ നഗ്നമായ ഗ്രൂപ്പ് പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് എനിക്ക് അന്തിമമായി ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധിയോട് ചോദിക്കാനുള്ള ചോദ്യം, അങ്ങയ്ക്ക് KC വേണുഗോപാലിനെയാണോ വേണ്ടത്, അതോ 2026 തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ UDF വിജയിക്കുകയാണോ വേണ്ടത് എന്നാണ്. ഇപ്പോഴത്തെ ഇത് കണ്ടു കഴിഞ്ഞാൽ കേരളത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ UDF തോറ്റ് ഇല്ലാതായാലും വേണ്ടില്ല, വേണുഗോപാൽ മതി എന്നുള്ള, മുത്തുചെത്താലും വേണ്ടില്ല, കട്ടിലൊഴിഞ്ഞാൽ മതി എന്ന് ആണ് രാഹുൽ ഗാന്ധി ചിന്തിക്കുന്നത് എന്ന് ഇയാൾക്ക് കൊടുത്തിരിക്കുന്ന ഈ ഫ്രീ ഹാൻഡ് കാണുമ്പോൾ തോന്നുകയാണ്. എനിക്ക് ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധിയോട് പറയാനുള്ളത്, അങ്ങ് അതിനിർണായകമായിട്ടുള്ള പ്രവർത്തനമാണ് അഖിലേന്ത്യാ തലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങൊരു ലോക മാതൃകയാണെന്ന് പോലും പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അങ്ങ് അവിടെ നടത്തുന്ന ഒറ്റയാൾ പോരാട്ടം, BJPയുടെ വോട്ട് കൊള്ളയ്ക്കെതിരെ നടത്തുന്ന ഒറ്റയാൾ പോരാട്ടം ഏത് ജനാധിപത്യ വിശ്വാസികളെയും കോൾമയിർ കൊള്ളിക്കുന്നതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തികഞ്ഞ ഒരു ജനാധിപത്യ വിശ്വാസിയായ, ഭരണഘടനയിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധിയോട് എനിക്ക് മനംനൊന്ത് പറയാനുള്ളത്, കേരളത്തിൽ കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ ഈ വേണുഗോപാൽ എന്ന് പറഞ്ഞ നേതാവിന് ഒരു ഫ്രീ ഹാൻഡ് ദയവ് ചെയ്ത് അങ്ങ് കൊടുക്കരുത്. അങ്ങ് ഇതിനകത്ത് നേരിട്ട് ഇടപെട്ട് ഈ വേണുഗോപാൽ എന്ന് പറഞ്ഞ ആളെ നിലയ്ക്ക് നിർത്തി അയാളോട് അവിടെ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞ് കേരളത്തിൽ ജനബന്ധമുള്ള നേതാക്കന്മാരുടെ നേതൃത്വത്തിലേക്ക് പാർട്ടിയും പാർലമെന്ററി രംഗവും കൊണ്ടുവന്ന് ഈ പാർട്ടിയെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോയി തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം കേരളത്തിൽ അണികളുടെ ഇടയിൽ സുദൃഢമായിട്ടുള്ള ബന്ധമുള്ള നേതാക്കന്മാരെ ഏൽപ്പിക്കണം എന്നാണ് എനിക്ക് ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധിയോട് പറയാനുള്ളത്. അങ്ങത് ചെയ്യും എന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം. അതുകൊണ്ട് വേണുഗോപാൽ അല്ല പ്രധാനം. 2026 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് എങ്ങനെയെങ്കിലും ജയിക്കുക എന്നുള്ളതാണ് പ്രധാനം. വേണുഗോപാൽ ഇപ്പോൾ നടത്തുന്ന പണികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ 2026 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് ഇറ്റ്സെൽഫ് ഇൻടു എ പാർട്ടി ഓഫ് ദി പാസ്റ്റ്. ഒരു ഗതകാല സ്മരണയായി കോൺഗ്രസ് മാറും എന്ന് മാത്രമാണ് ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധിയോട് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്.